ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസ്നാസ് കിച്ചൺ. ഞാൻ വന്നിരിക്കുന്നത് കോളിഫ്ലവർ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കഴിക്കാനായിട്ട്. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാൻ ചെറിയ കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചുടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം 1 മണിക്കൂർ അതിലിട്ട് വെച്ചതാണിത്. എന്നിട്ട് നന്നായി വാഷ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ എടുക്കുമ്പോൾ എപ്പോഴും ചുടുവെള്ളത്തിലിട്ട് 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ഇട്ട് വെക്കുക. അപ്പോൾ നന്നായിട്ട് എല്ലാ പുഴുക്കളൊക്കെ ചത്തുപോയി പോകും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി അതിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് അതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ നല്ല കളറുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായ ശേഷം അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മസാല കൂട്ടി വെച്ച കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തൊന്ന് കുക്കായി കിട്ടും. നമ്മുടെ കോളിഫ്ലവർ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിത് അതിൽ നിന്നും മാറ്റാവുന്നതാണ്. ഇനി അതേ പാനിലേക്ക് തന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ അതേ സെയിം പാനിൽ തന്നെ കുറച്ചും കൂടി ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഞാനിവിടെ ഒരു 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് കൂടി നന്നായി പേസ്റ്റ് ചെയ്ത് വെച്ചതാണിത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയും പച്ചമുളകും ഒന്നായിട്ട് വഴന്ന് വരുന്ന വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. മസാലയുടെയൊക്കെ പച്ച സ്മെല്ല് മാറി വരുന്ന സമയത്ത് ഞാനിവിടെ 1 തക്കാളി നന്നായി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ആ എണ്ണ തെളിയുന്ന സമയം വരെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. കാരണം നമുക്ക്
ചോറിനൊക്കെ ഒന്നുമില്ലാത്ത ടൈമിൽ നമുക്ക് ഇറച്ചിയുടെ മീനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ ഉണ്ടായാൽ കറി പോലും ആവശ്യമില്ല, ഇത് തന്നെ ധാരാളം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക, നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.